ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു റെനീസ് വേൾഡ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന പെർഫെക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് സ്ലീവ് കട്ട് ചെയ്യാവുന്ന ഒരു വീഡിയോ ഇതിന് മുന്നേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതും പോയി കാണാം കേട്ടോ. അപ്പോൾ അതിന് ശേഷമുള്ള തുടർന്നുള്ള വീഡിയോ ആണ് നമുക്ക് സ്ലീവ് എത്രയും പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ അറ്റാച്ച് ചെയ്യാം, ചുളുക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പിൽ നമുക്ക് അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണാം. അതേപോലെ ഇടുന്ന വീഡിയോസൊക്കെ പോയി കാണട്ടോ. ചെറിയ ചെറിയ വീഡിയോസ് ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്ലീവ് കട്ട് ചെയ്യുന്നതായിരുന്നു കേട്ടോ നമ്മൾ കാണിച്ചിട്ടുള്ളത്. പെർഫെക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് വളരെ ഈസിയിൽ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഈസി വീഡിയോ ആയിരുന്നു കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാണാത്തവർ പോയി കാണാം. അപ്പോൾ അതിനെ തുടർന്ന് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇതിവിടെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തുടർന്നുള്ള ഭാഗമാണ്. അപ്പോൾ നമുക്കൊരു നോർമൽ പീസിൽ വെച്ചിട്ടാണ് ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന കാണിക്കുന്നത്. ടോപ്പിലോ കാര്യത്തിലോ ഒന്നല്ല. നമ്മൾ എങ്ങനെയാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത്, കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ എങ്ങനെയാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പീസിൽ നമ്മൾ എത്രയാണ് സ്ലീവ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ആ ഒരു മെഷർമെൻറ്റും കാര്യത്തിൽ തന്നെ നമ്മൾ സ്ലീവിൻ്റെ ഒരു ആം ഹോള് കാര്യങ്ങൾ ആം റൗണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനെടുത്ത സ്ലീവിൻ്റെത് 9 ഇഞ്ചും അതേപോലെ തന്നെ നമ്മൾ ഷേപ്പ് വരുന്നത് 10 ഇഞ്ച് അങ്ങനെയാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതേ അളവിൽ തന്നെ ജസ്റ്റ് ഒരു പീസിൽ ഞാൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ സ്ലീവ് അതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മളിതിവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളെടുത്ത അളവ്, നമ്മൾ ഏതാണ് സ്ലീവ് എടുത്ത ആ സ്ലീവിൻ്റെ അളവായിരിക്കണം നമ്മൾ ആം റൗണ്ടിൻ്റെയും അളവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഒരു ചുരിദാറിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതൊക്കെ പെർഫെക്റ്റായിട്ട് നിങ്ങൾ മെഷർ ചെയ്തെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്ലോത്തിൽ അതെങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. സ്ലീവ് ചിലർക്ക് പെട്ടെന്ന് തുടക്കക്കാർക്കാണ്ടോ പറയുന്നത്, അറിയുന്നവർക്കല്ല. തുടക്കക്കാർക്ക് പെട്ടെന്ന് സ്ലീവ് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് തെറ്റുകൾ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ നമ്മൾ എങ്ങനെയാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ടത്, കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സ്ലീവ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശവും അതേപോലെ തന്നെ നമ്മൾ അടിക്കാൻ പോകുന്ന നമ്മുടെ ചുരിദാർ ഏതാണ്, കുർത്തയോ ടോപ്പോ, അതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇതേപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം അത് മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ ചുരിദാറിൻ്റെ മുകളിലേക്കായിട്ട് നല്ല വശത്ത് വെച്ചിട്ട് തന്നെ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തതിൻ്റെ നല്ല വശം തമ്മിൽ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ രണ്ടിൻ്റെയും സെൻറ്റർ വശത്ത് ഒരു ചെറിയൊരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു സെൻറ്റർ വശം വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. എന്നാലേ നമുക്ക് രണ്ട് സൈഡും കറക്റ്റ് ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ സെൻറ്ററിൽ കട്ടിട്ട് കൊടുത്തുനിന്ന് നമ്മൾ തുടങ്ങുകയാണേ. അവിടുന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയാൽ മതി. ഒരു 4 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 4 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഒന്ന് സാധാരണ പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ അടിച്ചെടുക്കുക കേട്ടോ. ആ ഒരു റൗണ്ട് ഷേപ്പ് ആയിരിക്കും ആ ഒരു ഫസ്റ്റ് വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പ് ആയിരിക്കും. ആ ഷേപ്പിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ താഴത്തേക്ക് ഒരു ചെറിയൊരു സ്ലോപ്പ് മാതിരി ഉണ്ടാവും. ആ ഒരു ഷേപ്പിനനുസരിച്ച് നമ്മുടെ സ്ലീവ് പിടിച്ചിട്ട് ആ ഷേപ്പിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അടിയിലുള്ള ക്ലോത്ത് വലിക്കാതെ നമ്മുടെ സ്ലീവാണ് നമ്മൾ വലിച്ച് പിടിച്ചിട്ട് ആ ഒരു ഷേപ്പിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. മറ്റേ കുർത്തയിലോ അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിലേക്കോ അത് ബാധിക്കേണ്ട. നമ്മളെടുക്കുന്ന സ്ലീവാണ് നമ്മൾ പിടിച്ചിട്ട് ആ ഒരു ഷേപ്പിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവിടെ നമ്മൾ നിർത്തിയിട്ട് വീണ്ടും തിരിച്ച് ആ ഒരു മറ്റേ സൈഡിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ കേട്ടോ ചെയ്യുക. അവിടെ 2 സ്റ്റിച്ചും വരും. അതേപോലെ തന്നെ ബാക്കിയുള്ളതിലേക്ക് നമ്മൾ കവർ ചെയ്യുന്ന രീതി ഇതേ രീതിയിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അടിയിലുള്ള ക്ലോത്ത് കുടുങ്ങാതെ നമ്മുടെ ചുരിദാറിൻ്റെ എന്താ പറയുക ചുളുക്ക് കാര്യങ്ങളൊന്നും വരാതെ ചുരിദാറിൻ്റെ ഇതൊന്നും കുടുങ്ങാതെ തന്നെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. വീണ്ടും നമ്മൾ ആ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതേപോലെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് നമ്മുടെ ഷേപ്പ് എങ്ങനെയാണോ നമ്മൾ ഒരു സൈഡിൽ റൗണ്ട് ഷേപ്പ്, ഒരു സൈഡിൽ ഒരു സ്ലോപ്പിൽ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും താഴത്തേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ലാസ്റ്റിലേക്കായിട്ട് നമുക്കൊരു സ്ലോപ്പ് മാതിരിയാണ്. ആ ഒരു വശം നമുക്ക് അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 4 ഇഞ്ച് വിട്ടിട്ടൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനും ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ 4 ഇഞ്ച് വിട്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്ത് കുടുങ്ങില്ല. പിന്നെ വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് റിസ്ക് ആയിരിക്കും കേട്ടോ.
അപ്പോൾ ഒരു 4 ഇഞ്ച് വിട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇതേപോലെ ചെയ്യുക. പിന്നെ 2 രീതിയിൽ ചെയ്യട്ടോ. പിന്നെ നമ്മൾ സ്ലീവ് അടിച്ചതിന് ശേഷം ഈ ഒരു ആം ഹോളിലേക്ക് നമ്മൾ ആം റൗണ്ടിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുന്ന രീതിയുണ്ട്. അല്ലാതെ ഇങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു രീതിനേക്കാളും എല്ലാവരും കൂടുതലായിട്ടും ചൂസ് ചെയ്യുന്ന രീതി ഈ ഒരു രീതിയാണ്. അപ്പോൾ അതിവിടെ ഞാൻ കാണിച്ചെന്നുള്ളൂ. ബിഗിനേഴ്സിന് മാത്രമാണ് കേട്ടോ, അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല, അവർക്കാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം കാണിച്ചൊരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കോ ഷെയറോ കമൻറ്റോ ഒന്നും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യൽ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.